നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 3 ജീവനക്കാരെ പ്രതിയാക്കി. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത് തൊടുപുഴ പോലീസ്. കേസ് ജുവലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിൽ. കേസെടുത്തിരിക്കുന്നത് മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിലെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ട കട്ടപ്പന നഗരസഭ. കട്ടപ്പന നേടിയത് മികച്ച നഗരസഭ, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഹരിത അയൽക്കൂട്ടം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതിലെ മികവ് എന്നീ അവാർഡുകൾ. ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. മുൻപുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചതോടെ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരം. വേനൽ മഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവ്. വിശദമായ വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 3 ജീവനക്കാരെ പ്രതിയാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി റജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മരണത്തിന് ഉത്തരവാദി ഇവർ മൂവരുമാണെന്ന സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് സാബു റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. കട്ടപ്പന കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത് തൊടുപുഴ പോലീസ്. ജുവലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ്. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. തൊടുപുഴയിലെ ഒരു ജുവലറി ഉടമയിൽ നിന്നും 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി. പണം ചോദിച്ചപ്പോൾ ജുവലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകി. പരാതി പിൻവലിക്കാൻ കൂടുതൽ പണവും ജുവലറി ഉടമയോട് ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജുവലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോതമംഗലം, തൊടുപുഴ എന്നിവിടങ്ങളിലടക്കം ബ്രാഞ്ചുകളുള്ള ജുവലറിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ജനുവരി 17-ന് മാത്യു സ്റ്റീഫനും ജിജിയും സുബൈറും ജുവലറിയുടെ തൊടുപുഴ ശാഖയിൽ എത്തി നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം കടമായി നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു. മുൻ MLA എന്ന നിലയ്ക്ക് ജുവലറി ഉടമ സ്വർണം നൽകി. 2 ചെക്ക് ലീഫുകൾ ഇതിന് ഗ്യാരണ്ടിയായി നൽകി. പണം ലഭിക്കാതെ വന്നതോടെ ജുവലറി ഉടമ ഇവരെ സമീപിച്ചപ്പോൾ 2 ലക്ഷം രൂപ നൽകി. പിന്നീട് 10 ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട ജനുവരി 27-ന് ജിജിയും കൂട്ടാളിയും വീണ്ടും എത്തി. എന്നാൽ അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിജി ജുവലറി ഉടമയുടെ പേരിൽ പരാതി കൊടുത്തു. പരാതി പിൻവലിക്കണമെങ്കിൽ പണമോ സ്വർണമോ വേണമെന്നാവശ്യപ്പെട്ടു. ഇതോടെ 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി നൽകി. എന്നാൽ ഇതിന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വീണ്ടും ജുവലറി ഉടമയ്ക്കെതിരെ ജിജി പരാതി നൽകുകയുമായിരുന്നു. ഇതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായ ജുവലറി ഉടമ ഇവർക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നും മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചു. മുക്കുപണ്ടം പണയം വെച്ച കേസിൽ ഉൾപ്പെടെ സുബൈറും ജിജിയും പ്രതികളാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിലെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ട കട്ടപ്പന നഗരസഭ. മികച്ച നഗരസഭ, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഹരിത അയൽക്കൂട്ടം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതിലെ മികവ് എന്നീ അവാർഡുകളാണ് കട്ടപ്പന നേടിയത്. 2015 ജനുവരി 14 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം കട്ടപ്പനയെ നഗരസഭയാക്കി ഉയർത്തി. 2015 നവംബറിൽ നഗരസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു. ഇടുക്കി ജില്ലയിലെ 2ാമത്തെ നഗരസഭയും സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈറേഞ്ച് നഗരസഭയുമാണ് കട്ടപ്പന. 10ാം വർഷത്തിലെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറെ മാതൃകാപരമാവുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ എന്ന സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ പരിപാടികൾക്ക് ഇടുക്കി ജില്ലയിൽ ഏറെ മുന്നിലാണ് കട്ടപ്പന നഗരസഭ. മികച്ച നഗരസഭയായി നമ്മുടെ കട്ടപ്പന നഗരസഭയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച അയൽക്കൂട്ടമായിട്ടും നമ്മുടെ കട്ടപ്പന നഗരസഭയെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിലെ മികച്ച നഗരസഭ, നഗരസഭാ തലത്തിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, മികച്ച ഹരിത അയൽക്കൂട്ടം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതിലെ മികവ് എന്നീ നേട്ടങ്ങളാണ് കട്ടപ്പന നഗരസഭ നേടിയത്.
ഈ ശുചീകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ടീമാണ്. ജില്ലയിലെ ഏറ്റവും നല്ല എൻഫോഴ്സ്മെൻറ്റ് ടീമിനുള്ള പ്രവർത്തന മികവുള്ള അവാർഡും കട്ടപ്പന നഗരസഭയ്ക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ശുചീകരണ തൊഴിലാളികളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കട്ടപ്പനയ്ക്ക് ഹൈറേഞ്ചിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കട്ടപ്പനയ്ക്കുള്ള അഭിമാനമായിട്ട് ഞാനിത് വിലയിരുത്തുകയാണ്. നിലവിൽ ലഭിച്ച നേട്ടങ്ങളും ഉപഹാരങ്ങളും വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷ. പിന്നെ നമ്മുടെ നഗരത്തിൻ്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഗര ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനം, അതായത് അവർ എക്സ്ട്രാ ടൈമിൽ കൂടെ ജോലിയെടുത്ത് നമ്മുടെ നഗരത്തെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ അവരേർപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ശുചീകരണ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ആരോഗ്യ വിഭാഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിൻ്റെയും മികച്ച പ്രവർത്തനത്തിലൂടെയാണ് ഇത്തരത്തിലൊരു അംഗീകാരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. നമ്മൾ പൂർണ്ണ തോതിലേക്ക് ഇനിയും നമ്മൾ ഒത്തിരി മുന്നേറുവാനുണ്ട്. ഏതായാലും വരും വർഷങ്ങളിൽ നമ്മൾ ആ മികച്ച നഗരസഭയെ ഏറ്റവും മികച്ച രീതിയിലേക്ക് ഇനിയും ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിന് ഈ അവാർഡ് ഒരു പ്രചോദനമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നഗരസഭയിലെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നേട്ടങ്ങളിലേക്ക് നയിച്ചത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ കൂടുതൽ നടപടികളും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങളും നടത്തും. വരും വർഷങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ ഇനി നടത്താൻ പോകുന്നത്. ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. മുൻപുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ടതോടെ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. വേനൽമഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ച. ഒരു പതിറ്റാണ്ട് കാലമായി തകർന്നു കിടന്ന ചേരിയാർ പള്ളിക്കുന്ന് റോഡിന് 2.5 വർഷം മുൻപ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടി രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. 2.5 വർഷം മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥ. പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിത ജീവിതമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മൾ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇത്രയായിട്ട് ഏതാണ്ട് 3 വർഷക്കാലമായി. 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും അതേപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതെല്ലാം നമ്മളിവിടെ ആവശ്യപ്പെട്ട് ഫണ്ട് കുറേ അനുവദിക്കുകയും ആ അനുവദിച്ച ഫണ്ട് വന്ന് ഏതാണ്ട് പണി തുടങ്ങേണ്ട ഒരു സ്റ്റേജായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ MP ഫണ്ടിൽ നിന്ന് PMGSYയുടെ വർക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരൊന്ന് അളവൊക്കെ എടുത്തുകൊണ്ട് പോയി അവരുടെ ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് 3,80,00,000 രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് 5 വർഷത്തെ ഗ്യാരണ്ടി കൂട്ടിയാണ് ഈ വർക്ക് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കോൺട്രാക്റ്റ് എടുത്തിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആകുന്നു. 1 വർഷമായിട്ട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. 1 വർഷമായിട്ട് പണി തുടങ്ങിയെങ്കിലും ഒരു വർക്കുകളും നേരെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നതോ ഒരു വർക്കുകളും ഈ കോൺട്രാക്ട് നേരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. 4 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന് 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്നാരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെയുള്ള വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം ആദ്യം വീണ്ടും റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. പള്ളിക്കുന്ന് ടൗണിൽ ഉൾപ്പെടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നതിനായി മണ്ണെടുത്തു മാറ്റി. എന്നാൽ അതിനുശേഷം കരാറുകാരൻ വീണ്ടും പണി നിർത്തിവെച്ചു. വാഹനയാത്ര ദുഷ്കരമായത് കൂടാതെ പൊടിശല്യം മൂലം റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീടുകളിൽ താമസിക്കുന്നവരും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ മണ്ണെടുത്ത് അതിൻ്റെ ചുറ്റുപാടെല്ലാം യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാം കുളമാക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം, ഒരു യാത്ര നടന്നു പോകാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ കടകളിലെല്ലാം പൊടിപടലങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം പൊറുതിമുട്ടി. എല്ലാവരും മാസ്ക് വെച്ച് ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ ദുരിതം അനുഭവിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് കട തുറക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു റേഷൻ കട നടത്തുന്ന ഒരാളാണ്. റേഷൻ കടയിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. കടയിലേക്ക് പോകുന്ന വഴി മണ്ണ് താത്തി 1 മീറ്ററോളം മണ്ണ് താത്തിയതിന് ശേഷം ഇപ്പം അങ്ങോട്ട് കടയിലേക്ക് കയറാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയും വേഗം ഈ റോഡിൻ്റെ വർക്ക് തീർത്ത് ഞങ്ങൾക്ക് ഈ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും വണ്ടി ഓടാനും ഞങ്ങളുടെ ജനങ്ങളുടെ എല്ലാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്.
വേനൽ മഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. കൊന്നത്തടിയിൽ മരത്തിൽ നിന്ന് വീണ ഒരാൾ മരിച്ചു. കൊന്നത്തടി കുറിഞ്ഞാംകുളത്ത് ഷിബു ജോണാണ് മരിച്ചത്. അപകടം സംഭവിച്ച ഉടനെ നാട്ടുകാർ ചേർന്ന് അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം വ്യാഴാഴ്ച 11 മണിക്ക് കൊന്നത്തടി CSI ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കട്ടപ്പനയിലെ അംബേദ്കർ അയ്യൻകാളി സ്മൃതി മണ്ഡപത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് ദളിത് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്മൃതി മണ്ഡപ വിഷയത്തിൽ ദളിത് സംഘടനകളെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്ന് ഫലപ്രദമായ തീരുമാനം സ്വീകരിക്കണമെന്നും സംഘടനകൾ വ്യക്തമാക്കി. 2009 ഡിസംബറിൽ തകർത്ത കട്ടപ്പനയിലെ മണ്ഡപം 15 വർഷം നീണ്ട സമര നിയമ പോരാട്ടത്തിലൂടെ ലഭിച്ച കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഫണ്ട് ചിലവഴിച്ച് പുനർനിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ദളിത് വിഭാഗത്തോട് മാത്രമല്ല പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് ദളിത് സംഘടനാ നേതാക്കൾ ആരോപിച്ചു. ഇതൊരു വൈകാരികമായ പ്രശ്നത്തിലേക്ക് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വൈകാരികമായ പ്രശ്നത്തിലേക്ക് മാറ്റിയാൽ അതിന് വേറെ പല മാനങ്ങളുണ്ടാകും. കാരണം എന്ന് പറയുന്നത് ഇവരാരും തന്നെ പൊതുസമൂഹത്തിന്റെ വക്താക്കളല്ല എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ രണ്ടുപേരുടെയും പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനപരമായ കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ പ്രബുദ്ധരായ ഭരണാധികാരികൾക്ക് ഉള്ള ഇച്ഛാശക്തി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫണ്ട് ഇവിടെ ലഭിച്ചെങ്കിൽ ആ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ ആസൂത്രണ വിഭാഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് പരിശോധിച്ച് ജനകീയമായി ഇവിടുത്തെ ആളുകളെ വിളിച്ചുകൂട്ടി, പൊതുസമൂഹത്തെ വിളിച്ചുകൂട്ടി, രാഷ്ട്രീയ കക്ഷികളെ വിളിച്ചുകൂട്ടി, ഇവിടുത്തെ സമുദായ സംഘടനകളെ വിളിച്ചുകൂട്ടി ഇരുത്തിക്കൊണ്ട് അതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ആ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ ശാശ്വതമായി ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു വികലമാക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വരുന്ന 14-ാം തീയതി, ഏപ്രിൽ 14-ാം തീയതി ലോകമെമ്പാടും ഈ മഹാരഥനെ ആദരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ആ മഹാരഥന്റെ പാതാരബന്ധങ്ങളിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. ആ ദിവസത്തിന്റെ മഹത്വം രാജ്യമെമ്പാടും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയാണ്. ഈ തരുണത്തിലാണ് ഇടുക്കിയിൽ ഇതുപോലെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ മണ്ഡപത്തിന്റെ പേരിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ പെരുമാറാൻ തീരുമാനിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഫണ്ട് ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് രാഷ്ട്രീയ കക്ഷികൾ കൂട്ടുനിൽക്കുകയാണ്. അംബേദ്കറെയും അയ്യങ്കാളിയെയും ദളിതരുടെ മാത്രം നേതാവാക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ ഇത്തരം പദ്ധതികളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത് അപലപനീയമാണ്. 14-ാം തീയതി രാജ്യമെമ്പാടും അംബേദ്കർ ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കട്ടപ്പനയിൽ സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ ചിലർ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. സ്മൃതി മണ്ഡപ വിഷയത്തിൽ ദളിത് സംഘടനകളെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്ന് ഫലപ്രദമായ തീരുമാനം സ്വീകരിക്കണമെന്നും നേതാക്കളായ CS രാജേന്ദ്രൻ, സാജു വള്ളക്കടവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലാ പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം KJ ഷൈൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ അപ്രഖ്യാപിത നിരോധനം പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക, ലൈഫ് പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, ചെറുകിട പാറ ക്വാറികൾക്ക് പ്രവർത്തന അനുമതി നൽകുക, കപട പരിസ്ഥിതിവാദി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരത്തിൽ പ്രസിഡന്റ് ശശി കണ്ണിയാലിൽ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം KJ ഷൈൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടം തയ്യാറാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കപ്പെടേണ്ട അതിന് ബാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലേക്ക് കാര്യം വരണമെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ സമരങ്ങൾ നടത്തുക എന്നുള്ളതാണ് പോംവഴി. അത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണത്തിലാണെങ്കിലും അല്ലെങ്കിലും നാടിനെ ബാധിക്കുന്ന വിഭജന വിഷയങ്ങൾ ഏറ്റെടുക്കാനും സമരം നടത്താനും ആളുകളിലേക്ക് ആശയപ്രചരണം നടത്താനും അതുവഴി ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ട്രേഡ് യൂണിയൻ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രമിക്കുമ്പോൾ ഇത്തരം സംശയങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. CPM ജില്ലാ കമ്മിറ്റി അംഗം ലിസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. K സവാദ്, സിബി മാത്യു, ദിലീപ് ET, എബിൻ ജോസഫ്, G നാരായണൻ നായർ, OG രാജു, CV വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സുമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ പിൻവലിക്കുക, 100 ദിനങ്ങൾ എന്നുള്ളത് 150 ദിനമായി ഉയർത്തുക, 600 രൂപയായി വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സുമോദ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പണിയെടുത്തിട്ടുള്ള ആളുകൾക്ക് 3-4 മാസമായി കൂലിയില്ല. നിയമത്തിൽ അങ്ങനെയല്ല പറയുന്നത്. എല്ലാ ആഴ്ചയും പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകണം എന്നുള്ളത് നിയമത്തിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. ആഴ്ചയിൽ എല്ലാ ആഴ്ചയും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 14 ദിവസത്തിലൊരിക്കൽ 14 ദിവസം കൂടുമ്പോൾ ഈ തുച്ഛമായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണം കൃത്യമായി കൊടുക്കണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നതെങ്കിൽ 3-4 മാസമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർക്ക് അവകാശപ്പെട്ട പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തിരുത്തണം എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഏരിയ പ്രസിഡന്റ് പ്രഭ ബാബു അധ്യക്ഷയായിരുന്നു. MT സജി, നിശാന്ത് വി ചന്ദ്രൻ, ആന്റപ്പനൻ ജേക്കബ്, N ജോർജ്, K കരീഷ് കുമാർ, T ആൽബർട്ട്, ജാൻസി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചാർജിങ്ങിനിട്ട സ്കൂട്ടർ കത്തിനശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന പരാതിയുമായി ഉടമ. ഇടുക്കി സ്വദേശി ചേറാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 16-നാണ് ചുരുളിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പ്രിൻസ് എത്തിയത്. പതിവായി ഇവിടെ എത്തുമ്പോൾ സ്കൂട്ടർ ചാർജ് ചെയ്യാറുണ്ട്. ഇത്തവണയും സ്കൂട്ടർ ചാർജ് ചെയ്യാനിട്ട ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം സ്കൂട്ടറിന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ സമീപത്തിരുന്ന വാഷിംഗ് മെഷീൻ, ഉണങ്ങാനിട്ടിരുന്ന തുണികൾ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. സംഭവത്തിൽ സ്കൂട്ടറിന്റെ നിർമ്മാതാക്കളായ ഒല കമ്പനിയുമായി ബന്ധപ്പെട്ടെങ്കിലും ചാർജിംഗിലെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ ക്ലെയിം കമ്പനി നിഷേധിച്ചതായി പ്രിൻസ് പറയുന്നു. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും ഇങ്ങനെയൊരു തീ പിടുത്തം ഉണ്ടാവുകയും അത് എന്താണത് കമ്പനിയുടെ തന്നെയാണ് ഉത്തരവാദിത്വമാണത്. അപ്പോൾ നമ്മൾ ഇത് ഓല കമ്പനിയിൽ ഇൻഫോം ചെയ്തു. അവർ വന്ന് നോക്കി. അവർ വന്നിട്ട് പറയുന്നു, ഇത് കമ്പനിയുടെ ഭാഗത്തെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്, ഷോർട്ട് സർക്യൂട്ടാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 വർഷം അതിന് വാറണ്ടിയുള്ള പുതിയ വണ്ടിയാണിത്. 3 വർഷം വാറണ്ടിയുള്ള ആ വണ്ടിയുടെ ആ വാറണ്ടിയിൽ നമുക്കതൊന്നും ക്ലെയിം ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാണ് ഓല കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിത് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുക എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവർക്ക് നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. എന്നിട്ടും അവർ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയറിൻ്റെ തീപിടുത്തമുണ്ടായതിനുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവർ പറയുന്നു. പിന്നെ FIR വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ഒരു കാര്യത്തിനും അവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇതുവരെ. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളവരുടെ എല്ലാവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇതിങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ എല്ലാവരും കരുതലോടെ ആയിരിക്കുക. 3 വർഷത്തോളം വാറണ്ടിയുള്ള സ്കൂട്ടറാണ് കത്തി നശിച്ചത്. ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ട ഡോക്യുമെന്റുകൾ എല്ലാം സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രിൻസ് ആരോപിച്ചു. ഇരു കമ്പനികൾക്കെതിരെയും നഷ്ടപരിഹാരത്തിന് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഈ യുവാവ്. അടുത്തിടെയായി ഈ കമ്പനിയുടെ തന്നെ നിരവധി സ്കൂട്ടറുകൾ പല സ്ഥലങ്ങളിലായി കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് തുടർച്ചയായി ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനടക്കം ഇവർ പരാതി നൽകി. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. മേക്ക് മൈ ട്രിപ്പ്, സഞ്ചാരി, ഓല, യൂബർ തുടങ്ങി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ടാക്സി സർവീസുകൾ നടത്തുന്ന ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഇടുക്കിയിൽ പലവട്ടം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതായും വാഹനങ്ങൾ തടഞ്ഞ പ്രാദേശിക ടാക്സി തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കുന്നതായും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി സർവീസ് ഉടമകളും തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനടക്കം ഇവർ പരാതി നൽകി. അപ്പോൾ ഞാൻ ഈ മേക്ക് മൈ ട്രിപ്പ്, അല്ലെ ഗോസോ, അല്ലെ സവാരി എന്ന കമ്പനിയുടെ ട്രിപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഓൺലൈൻ ട്രിപ്പുകൾ ഇവർക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 4 കൊല്ലം 5 കൊല്ലമായിട്ട് ഞാൻ ഈ കമ്പനിയുടെ ട്രിപ്പ് എടുത്താൽ ഞാൻ ഉപജീവനം നടത്തണം. അപ്പോൾ ഞാൻ വാഹനം മേടിച്ചതും ഈ വണ്ടി ഇതാണ്. പിന്നെ ഇവർ പരമ്പരാഗത ടാക്സിക്കാർ എന്താണെന്ന് എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇല്ല, കാലം വളർന്നതനുസരിച്ച് അതിനുള്ള ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു തുടങ്ങി. അപ്പോൾ ഇവരും ഞങ്ങളെപ്പോലെ തന്നെ
ഓട്ടമില്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓടാവുന്ന കേസുള്ളൂ. പക്ഷെ അവർ ചെയ്യില്ല. അവർക്ക് ചെന്ന് വെച്ചാൽ അവർക്ക് വെറുതെ പൈസ കിട്ടണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയർ കിട്ടണം, അതുകൊണ്ട് കാല് അങ്ങനെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫെയർ കിട്ടി അമിതമായ റേറ്റ് ചേർന്ന് അവർക്ക് പോകണം. അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് അവർ വന്നോട്ട് ഞങ്ങൾ വേണേൽ അക്കൗണ്ട് വരെ എടുത്തു കൊടുക്കാവുന്നതാണ്. അവർക്ക് ട്രിപ്പ് കിട്ടും. ഈ പറഞ്ഞ പോലെ തടയേണ്ട ആവശ്യമില്ല. വരും കാലങ്ങളിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിലാക്കാൻ പോലും വിവേക ബുദ്ധി ഈ പറഞ്ഞ ആൾക്കാർക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇപ്പോൾ ഒരു വാഹനം തടഞ്ഞു, ആ വാഹനം തടഞ്ഞ് വാഹനം അടിച്ചു പൊളിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയത്? ഒരു മനുഷ്യന്റെ കഞ്ഞിടി മുട്ടിച്ചു, അവന്റെ ജീവിതം മുട്ടിച്ചു, അവന്റെ കുടുംബത്തിലേക്കുള്ള ഇത് മുട്ടിച്ചു. ഇതിപ്പോ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. മന്ത്രി എനിക്ക് അതിനുള്ള മറുപടിയും തന്നിട്ടുണ്ട്. ആ മറുപടിയാണ് ഈ കാണുന്നത്. സർക്കാർ അംഗീകരിച്ച കണക്കിലാണ് തങ്ങൾ സർവീസ് നടത്തുന്നതെന്നും ഒരു വിഭാഗം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ മാത്രമാണ് തങ്ങൾക്കെതിരെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഓൺലൈൻ ടാക്സി സർവീസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കഞ്ഞിക്കുഴി ടൗണിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കൾ ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. തെരുവു നായ്ക്കൾ ഇരുചക്ര വാഹനത്തിന് പിറകെ ഓടി വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. കഞ്ഞിക്കുഴി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കാൽനട യാത്രികരാണ് ഏറെ ഭീതി നേരിടുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ തിണ്ണയിൽ തമ്പടിക്കുന്ന നായ്ക്കൂട്ടങ്ങൾ വ്യാപാരികൾക്കും തലവേദനയാകുന്നു. തെരുവുനായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് പിറകെയോടി വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കഞ്ഞിക്കുഴിയിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ ഇരുചക്ര വാഹനം ഇതിന് ഇരകളായിട്ടുണ്ട്. കാരണം പല ആക്സിഡന്റുകളും തെരുവുനായകളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്കൂൾ കുട്ടികൾ ഇതെല്ലാം പോകുന്നൊരു വഴികളാണ്. ഇതിൽ ഈ ഒരു തെരുവുനായക്കെതിരെ പഞ്ചായത്ത് ഉടൻ ഒരു നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടും. വന്ധീകരണത്തിനായി പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരണം കഴിഞ്ഞ കഞ്ഞിക്കുഴി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഇറക്കിവിടുന്നതായും ആരോപണമുണ്ട്. അടിയന്തരമായി അധികൃതർ പൊതുജനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളെ മേഖലയിൽ നിന്നും തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന 20 ഏക്കർ തൊവരയാർ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി കോൺഗ്രസ് വാർഡ് കമ്മിറ്റി. 12-ാം തീയതി റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട 20 ഏക്കർ തൊവരയാർ റോഡാണ് ഏറെ നാളുകളായി ശോച്യാവസ്ഥയിൽ തുടരുന്നത്. നിരവധി തവണ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായതോടെ ഏതാനും ഭാഗം മാത്രം ടാറിംഗ് ചെയ്തിരുന്നു. അതോടൊപ്പം പല പ്രാവശ്യം മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിനായി ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ നടപടികൾ മാത്രം ഉണ്ടായില്ല. ഇതോടെ വലിയ യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നേരിടുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രിയും ഇന്ന് ഇടുക്കിയുടെ MLA ആയ ശ്രീ റോഷി അഗസ്റ്റിൻ അവർ ഈ റോഡിന് വേണ്ടി 3 പ്രാവശ്യം 25 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ നാളിതുവരെ ഫണ്ട് കിട്ടുകയോ റോഡിന്റെ പണി നടത്തുകയോ ചെയ്തിട്ടില്ല. റോഡ് അനുവദിക്കുകയോ ഫണ്ട് കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് 12-ാം തീയതി ശനിയാഴ്ച 10 മണിക്ക് 20 ഏക്കർ ജംഗ്ഷനിൽ റോഡ് വിരോധിക്കുകയാണ്. ഈ റോഡിന്റെ എത്രയും വേഗം ഈ റോഡിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. അതിന്റെ പേരിൽ കോൺഗ്രസ് സമരത്തിന് നേതൃത്വം കൊടുക്കുക. അപ്പോൾ എത്രയും വേഗം റോഡ് ആക്കി കിട്ടിയാൽ മതി. കാരണം ഉപ്പുതറ മുതലുള്ള രോഗികളെ ഈ റോഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്നത്. ഈ റോഡിൽ കൂടെ ഒരു ഗർഭിണികളെ കൊണ്ട് വന്നാൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട്, താലൂക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഗർഭിണി പ്രസവിക്കുന്ന ഒരവസ്ഥയാണ്. ഈ മന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള എല്ലാ മിക്കവാറും റോഡുകളെല്ലാം ന്യായമായിട്ടുള്ള പണികളെല്ലാം കുഴിയെല്ലാം അടച്ചു. പക്ഷേ മന്ത്രി ഇത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഫണ്ട് കിട്ടിയാത്തൊരവസ്ഥയിലാണ് ഈ ഇവിടുത്തെ പൊതുജനങ്ങളും ഈ നാട്ടിലെ നിവാസികളും നിൽക്കുന്നത്. എത്രയും വേഗം നമുക്ക് റോഡ് നന്നാക്കി തന്നെ സഞ്ചാരയോഗ്യമാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മുൻപ് MLA ഫണ്ട് അനുവദിച്ചതിനാൽ മുനിസിപ്പാലിറ്റി ഫണ്ട് റോഡിനായി അനുവദിക്കാൻ സാധിക്കില്ല എന്നും നേതാക്കൾ പറയുന്നു. പ്രദേശവാസികൾക്ക് പുറമെ കക്കാട്ടുകടയിൽ നിന്നുള്ള ബൈപ്പാസ് റോഡായും നിരവധി ആളുകൾ ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. കാഞ്ചാർ ഭാഗത്തു നിന്ന് 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ഉൾപ്പെടെ ഈ പാതയിലൂടെയാണ് കടന്നുവരുന്നത്. റോഡിലെ പല ഭാഗങ്ങളിലായി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പലതവണ മണ്ണിട്ട് നാട്ടുകാർ തന്നെ കുഴിയടച്ചെങ്കിലും മഴ പെയ്യുന്നതോടെ അവ ഇളകിപ്പോകും. നാളുകളായി മേഖലയോട് കാണിക്കുന്ന സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് തൊവരയാർ 20 ഏക്കർ റോഡ് അടിയന്തരമായി യാത്രായോഗ്യമാക്കുകയെന്ന മുദ്രാവാക്യമുയർത്തി സമരം നടത്തുന്നത്. റോഡ് ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ജോണി വടക്കേക്കര, ബിജു പൊന്നോലി, ബെന്നി അലേഷ് എന്നിവർ പറഞ്ഞു.
കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു. നീന്തൽ അറിയാൻ പാടില്ലാത്ത കാരണത്താൽ നിരവധി കുട്ടികൾ വിവിധതരം ജലാശയങ്ങളിൽ പല അപകടങ്ങളിലും പെടുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് പഞ്ചായത്ത് ഈയൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ജില്ലയിലെ മറ്റൊരു പഞ്ചായത്തിൽ നടപ്പിലാക്കാത്ത ഈ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു. പരിശീലനം കൃത്യമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കാഞ്ചാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന യോഗം കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം എന്ന പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അത് തുടർച്ചയായിട്ട് ഈ അവധിക്കാലങ്ങളിൽ ബന്ധുവീടുകളിൽ ചെല്ലുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പടുതാക്കുഴിയിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ പോകുന്ന വാർത്ത, മരിച്ചു പോകുന്ന വാർത്ത നമ്മൾ നിരന്തരമായി വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സയൻസ് സ്കൂളിലെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനോട് ഞങ്ങൾ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അത് അനുവദിച്ച് ജില്ലാ DPCയിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അതിനൊരു അവസരം നമുക്ക് അവിടെ തരണമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും ആ കുളം നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു. പരിശീലകനുണ്ട് അവിടെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള പരിശീലകനുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന് വിട്ടുതരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. നീന്തൽ എന്ന് പറയുന്നൊരു ചെറിയ കാര്യമില്ല, ഒരു വ്യായാമ മുറ കൂടിയാണ്. ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നീന്തൽ. അപ്പോൾ നീന്തി പഠിച്ച പിള്ളേർക്കറിയാം എങ്ങനെയുണ്ടായിരുന്നു അനുഭവം. നല്ലപോലെ പഠിച്ചു. ഏത് വെള്ളത്തിൽ പോയാലും രക്ഷപ്പെടാം. അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും ഇത് ഒരു പ്രാവശ്യം പഠിച്ച ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ, നിർവഹണ ഉദ്യോഗസ്ഥ ഗിരിജകുമാരി എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെരിയമ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. നരേമ്പാറയിൽ നടന്ന സംഗമം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി സ്വാതന്ത്ര്യ സമര പോരാളികളായി നിന്നിരുന്ന മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്ന് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. കോൺഗ്രസ് അല്ലാതെ ആരുമില്ല. കോൺഗ്രസ് അല്ലാതെ പാർലമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ വേറെ ആരും ഇല്ലാത്ത കാലമാണ്. പക്ഷെ അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതും കോൺഗ്രസ് സ്വീകരിച്ചതുമായ സമീപനം ഭൂരിപക്ഷമില്ലാത്തവന്റെ വികാരങ്ങളും അവന്റെ അഭിപ്രായങ്ങളും അവനോട് നീതി കാണിക്കാൻ കഴിയുന്ന, അവിടെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിന് പരിഗണന എന്ന് പറയുന്നത്. ഭൂരിപക്ഷത്തിന് മാത്രമാണ് ഈ നാട്ടിൽ പരിഗണനയെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. അത് സാമൂഹികമായ കാര്യമാവട്ടെ, സാമ്പത്തികമായ കാര്യമാവട്ടെ, മതപരമായ കാര്യമാവട്ടെ, ഏത് കാര്യമായിക്കൊള്ളട്ടെ, നാട്ടിലെ 1% ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരാളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാനും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ സംരക്ഷിക്കപ്പെടാനും കഴിയുന്ന ജനാധിപത്യം ഇന്ത്യയിൽ ഉണ്ടാവണം എന്നതാണ് കോൺഗ്രസ് ആഗ്രഹിച്ചതും കോൺഗ്രസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. വാർഡ് പ്രസിഡന്റ് സജിമോൾ ഷാജി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടുകിഴി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട്, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമുട്ടിൽ, നേതാക്കളായ ബീന ടോമി, മനോജ് മുരളി, ലീലാമ ബേബി, സിബി പാറപ്പായ്, ജോസ് അഗസ്റ്റിൻ, എബ്രഹാം ജോസഫ്, KU ജോസഫ് എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങ് 2025 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ 27ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് അരങ്ങ് 2025 എന്ന പേരിൽ മേരികുളം വനിതാ സാംസ്കാരിക നിലയത്തിൽ പൊതുസമ്മേളനവും കലാപരിപാടികളും സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത ഷാജൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 27 വർഷം പൂർത്തിയാകുകയാണ്. 1998 മെയ് മാസം 17-ാം തീയതി മലപ്പുറത്ത് ആരംഭിക്കുകയും 1999 ഏപ്രിൽ 1 സംസ്ഥാനത്ത്
അത് വ്യാപകമായി അയൽക്കൂട്ടത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്നത് പടർന്നു പന്തലിച്ച് അവരൊരു സംഘടനയായി മാറി വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ 25ാമത് വാർഷിക ആഘോഷത്തോടൊപ്പം തന്നെയാണ് അരങ്ങ് എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ കുടുംബശ്രീയിലുള്ള വനിതകൾ അവരുടെ ഉള്ളിലെ കായിക കഴിവുകളെ വാസനകളെ പുറത്തെടുക്കുന്നതിന് അവർക്കൊരു അവസരം കൂടെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് കുടുംബശ്രീ സംവിധാനം തുടക്കമിട്ടു. തുടർന്ന് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. ഹരിത പദവി നേടിയ അയൽക്കൂട്ടങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ വിനോജ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, സുമോദ് ജോസഫ്, ലിസി കുര്യാക്കോസ്, സെൽവകുമാർ, സെക്രട്ടറി അജി TR തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ മാസം 12 വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി N ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയർന്നു. അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ക്ഷേത്ര ആചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി N ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തിന്റെ 3ാം ദിനമായ 10ാം തീയതി ക്ഷേത്രത്തിൽ പൊങ്കാലയും 11 വൈകിട്ട് 5 താലപ്പൊലി ഘോഷയാത്രയും നടക്കും. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങേറും. തുടർന്ന് പള്ളിവേട്ട നടക്കും. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച രാവിലെ 7:30 പള്ളി ഉണർത്തലിന് ശേഷം അഭിഷേകവും ഉച്ചപൂജയും നടക്കും. വൈകിട്ട് 6:30 ആറാട്ടുഹോമം, ആറാട്ടുബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ട് പുറപ്പാടും ആറാട്ടും നടക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV രാജു, സെക്രട്ടറി PS ശൈലജൻ, കൺവീനർ സൈറസ് K ദാസ്, ഖജാൻജി TK സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുക. SNDP യോഗം കട്ടപ്പന ശാഖായോഗത്തിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അമ്പലക്കവല SN സ്റ്റഡി സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത്. കഴിഞ്ഞ 8 വർഷമായി സന്തോഷ് ചാളനാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പ്രവർത്തനം നടത്തിയിരുന്നത്. പരിപാടിയിൽ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, പുതിയ ഭരണസമിതി പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, വൈസ് പ്രസിഡന്റ് സാബു അറക്കൽ, സെക്രട്ടറി ബിനു എന്നിവർക്കും മറ്റു അംഗങ്ങൾക്കും പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവിന്റെ നാമത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടന എന്ന നിലയിൽ അതിൻ്റെ ഏത് സ്ഥാനത്തേക്ക് വരിക എന്നതും അത് ഗുരുവിൻ്റെ ഒരു തീരുമാനമാണ്, അതൊരു നിയോഗമാണ്, അതൊരു അഭിമാനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വരുന്ന വ്യക്തികൾക്ക് ആ വ്യക്തിപ്രഭാവത്തിന് അല്ലെങ്കിൽ വ്യക്തികൾക്കൊരു പ്രാധാന്യത്തിനപ്പുറത്ത് നമ്മളിരിക്കുന്ന കസേരകൾ, ആ ചെയറുകൾക്കാണ് ഒരു വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. സത്യപ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ SNDP യോഗത്തിനും യൂണിയനും നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ വാക്കുകൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഗുരുവിൻ്റെ ധർമ്മം പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും നമ്മുടെ അംഗങ്ങളിൽ എത്തുകയും ഈ സംഘടനയുടെ ഉന്നമനത്തിന് വേണ്ടി തന്നാൽ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് വ്യക്തി ജീവിതത്തിലും ഒരു ഉയർച്ചയും മനസ്സിനൊരു സന്തോഷവും നൽകും എന്നതിന് സംശയമില്ല. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A സോമൻ, സന്തോഷ് പാതയിൽ, പ്രവീൺ വട്ടമല തുടങ്ങിയവർ സംസാരിച്ചു. വിഷു അടുത്തെത്തിയതോടെ വഴിയോരങ്ങളിലും വിൽപ്പനശാലകളിലുമെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും നിരന്നു കഴിഞ്ഞു. പല ഭാവത്തിൽ, വർണ്ണത്തിൽ, വലുപ്പത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിഷുപ്പുലരിയെ ഐശ്വര്യപൂർണ്ണമാക്കാൻ വിപണിയിൽ എത്തിയിട്ടുള്ളത്. വിഷുപ്പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. കൊന്നപ്പൂവും കണിവെള്ളരിയും ശ്രീകൃഷ്ണ വിഗ്രഹവും ചേർന്ന വിഷുക്കണിയുണ്ടെങ്കിലേ മലയാളികളുടെ വിഷുപ്പുലരിയും വിഷു ആഘോഷവും പൂർണ്ണമാകുകയുള്ളൂ. പുഞ്ചിരി തൂകുന്ന കൃഷ്ണവിഗ്രഹത്തിലെ പുലർക്കാഴ്ച സമ്പദ് സമൃദ്ധിയുടെ നാളുകൾ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം. വിഷുപ്പുലരി അടുത്തെത്തിയതോടെ ഹൈറേഞ്ചിലും വ്യാപാരശാലകളിലും വഴിയോരങ്ങളിലുമെല്ലാം കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി നിരന്നു കഴിഞ്ഞു.
പല ഭാവത്തിൽ, വർണ്ണത്തിൽ, വലിപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത്. വിഷുപ്പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. വിഷുവായി കടകളിൽ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ പല നിറത്തിലും പല വലിപ്പത്തിലും വന്നിട്ടുണ്ട്. 199 രൂപ മുതൽ 299 രൂപ വരെ ലാസ്റ്റ് പ്രൈസ്. ഒരുപാടെണ്ണം തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് അടക്കമുള്ള അയൽ ജില്ലകളിൽ നിന്നാണ് കൃഷ്ണവിഗ്രഹങ്ങൾ ഹൈറേഞ്ചിലെ വ്യാപാരശാലകളിലേക്ക് വിൽപ്പനയ്ക്കായി എത്തുന്നത്. കൃഷ്ണവിഗ്രഹ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റവും അധികം വരുമാനം നേടുന്ന കാലം കൂടിയാണ് വിഷുക്കാലം. കൃഷ്ണവിഗ്രഹങ്ങൾക്കൊപ്പം രാധാകൃഷ്ണ വിഗ്രഹങ്ങൾക്കും വിഷുക്കാലത്ത് ആവശ്യക്കാർ ഏറെയുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന കുന്തളംപാറ കാവുമ്പടി ദേവീക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ പടയണി അരങ്ങേറി. കടമ്പനിട്ട ഗോത്രകലാകളരിയിലെ കലാകാരന്മാർ ഭൈരവിക്കോലം, ഗണപതിക്കോലം, കാലൻകോലം, മറുതാക്കോലം എന്നിവ കെട്ടി തുള്ളി. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ താളത്തിൽ തീ ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിലായിരുന്നു അവതരണം. നൂറുകണക്കിന് ആളുകൾ പടയണി കാണാൻ ക്ഷേത്രത്തിലെത്തി. ഇടുക്കി ജില്ലയിൽ ദേവീപ്രീതിക്കായി പടയണി നടത്തുന്ന ഏക ക്ഷേത്രമാണ് കുന്തളംപാറ ദേവീക്ഷേത്രം. കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന് പ്രതീകമായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലയാണിത്. ഒരു ഗ്രാമത്തിലെയോ ദേശത്തെയോ മുഴുവൻ ജനങ്ങളെയും വസൂരിയിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ടാണ് പടയണി നടത്തിവരുന്നത്. അതുകൊണ്ട് തന്നെ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണാനാകും. പടയണിക്കോലങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ വസ്തുക്കളാണ്. കമുങ്ങിൻ പാളയും പച്ചയീർക്കിലും പ്ലാവിലിയും കമുങ്ങിൻ വാരികളും കുരുത്തോലകളും വാഴനാരും ഉപയോഗിച്ചു വരുന്നു. ചായങ്ങൾക്കായി ചെങ്കല്ല, പച്ചമാവില തുടങ്ങിയവയും ഉപയോഗിക്കുന്നു. ചടങ്ങുകൾക്ക് തന്ത്രി കെ പരമേശ്വര ശർമ്മ കല്ലാരവേലിയില്ലം, കാര്യദർശി PS ഷാജി പെരുമ്പള്ളിയിൽ, ക്ഷേത്രം പ്രസിഡന്റ് MD രാജു, സെക്രട്ടറി MD വിപിൻദാസ്, ഉത്സവ കമ്മിറ്റി ചെയർമാൻ MM രാജൻ, ജനറൽ കൺവീനർ TG അജീഷ്, അജി മംഗലത്ത, ഷിജു പത്തിരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 239. വിൽപ്പനയ്ക്ക് വന്നത് 56,464. വിൽപ്പന നടന്നത് 56,464. കൂടിയ വില 3,344. ശരാശരി വില 2,574. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 705 രൂപ. ഏലം കൂടിയ വില 2,500. ഏലം ശരാശരി വില 2,300. കാപ്പിപ്പരിപ്പ് 460, ഗ്രാമ്പു 780, കൊക്കോ 100, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,290 രൂപ, വെള്ളി 102.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 3 ജീവനക്കാരെ പ്രതിയാക്കി. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത തൊടുപുഴ പോലീസ്. കേസ് ജുവലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിൽ. കേസെടുത്തിരിക്കുന്നത് മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിലെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ട കട്ടപ്പന നഗരസഭ. കട്ടപ്പന നേടിയത് മികച്ച നഗരസഭ, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഹരിത അയൽക്കൂട്ടം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതിലെ മികവ് എന്നീ അവാർഡുകൾ. ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. മുൻപുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചതോടെ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരം. വേനൽമഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.